കാരണവേഴ്സ് വില്ലയിൽ അന്ന് രാത്രി നടന്നതെന്ത്? ഷെറിൻ എന്ന ക്രിമിനലിൻ്റെ കഥ ഇങ്ങനെയാണ്. 2009 നവംബർ 7 രാത്രി. അന്ന് കാരണവേഴ്സ് വില്ലയിലെ നായ്ക്കൾ കുരച്ചില്ല. കാരണവേഴ്സ് വില്ലയിൽ അരുതാത്തതെന്തോ നടക്കാൻ പോവുകയാണ്. രാത്രിയിൽ തണുപ്പിൻ്റെ ശക്തി കൂടി വരുന്നു. അന്ത്യത്താഴത്തിനായി ഭാസ്കർ കാരണവർക്ക് ഷെറിൻ ബിരിയാണി നൽകി. കോടമഞ്ഞ് അരിച്ചിറങ്ങുന്ന നവംബറിൻ്റെ രാത്രിയിൽ ആ നാടുറങ്ങുമ്പോൾ അവർ 4 പേർ ഉണർന്നിരുന്നു. ഭാസ്കര കാരണവർ ഉറങ്ങുന്നതും കാത്ത്. 2009 നവംബർ 8 ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് ഗ്രാമം ഉണർന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയോടെയാണ്. ആ നാട്ടിലെ പ്രമുഖനും ധനികനുമായ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഭാസ്കര കാരണവരെ ഉറക്കത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കാരണവേഴ്സ് വില്ല എന്ന ആഡംബര ഭവനത്തിൻ്റെ കിടപ്പുമുറയിൽ മുളകുപൊടി ചിതറിക്കിടക്കുന്ന മഞ്ഞ നിറത്തിലുള്ള കിടക്കയിൽ ജീവനറ്റ് കിടക്കുകയായിരുന്നു ഭാസ്കര കാരണവർ. വീട്ടുജോലിക്കാരി രാവിലെ ചായയുമായി വിളിച്ചപ്പോൾ ഭാസ്കര കാരണവർ എഴുന്നേറ്റില്ല. അവർ തൊട്ടപ്പോഴാണ് ആ ശരീരം തണുത്തുറഞ്ഞതാണെന്ന് മനസ്സിലായത്. മുളക് പൊടിയുടെ മൂർച്ചയുള്ള ഗന്ധം മുറിയിൽ നിറഞ്ഞിരിക്കുന്നു. മോഷണ ശ്രമത്തിൻ്റെ അവശേഷിപ്പാണോ? ആദ്യം എല്ലാവരും അങ്ങനെയാണ് കരുതിയത്. പക്ഷേ 4 ദിവസത്തിനുള്ളിൽ കേസ് തലകീഴായി മറിഞ്ഞു. കൊലപാതകി ഭാസ്കര കാരണവരുടെ മകൻ്റെ ഭാര്യ ഷെറിനാണെന്ന് പോലീസ് കണ്ടെത്തി. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച് ബാസിദ് ഷെറിൻ അണിയിച്ച വെള്ളമോതിരം ഷെറിൻ്റെ മുറിയിൽ നിന്ന് ലഭിച്ചു. കൊല്ലപ്പെട്ട കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലത് തള്ളവിരലിൻ്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് തെളിഞ്ഞു. ഭാസ്കര കാരണവർ 2 നായ്ക്കളെ വളർത്തിയിരുന്നു. അവ അന്ന് രാത്രി കുരച്ചതുമില്ല. അതിനാൽ മോഷ്ടാക്കൾക്ക് വീട്ടിൽ നിന്ന് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. കുരുക്കുമുറുകി, പ്രതികൾ പിടിയിലായി. കാരണവേഴ്സ് വില്ലയ്ക്ക് പൂട്ടുവീണു. 2009 നവംബർ 12 ഷെറിൻ അറസ്റ്റിലായി. 15 വർഷവും 8 മാസവും കഴിഞ്ഞ് ഇപ്പോഴവർ ജയിൽ മോചിതരായിരിക്കുകയാണ്. ആരാണ് ഈ ഷെറിൻ? എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ കഥ? കൊല്ലം പത്തനാപുരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവളാണ് ഷെറിൻ. പഠനത്തിലും രൂപത്തിലും ഒരുപോലെ തിളങ്ങിയ ഷെറിൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയപ്പോൾ ഒരു കല്യാണാലോചന അവളെ തേടിയെത്തി. ഭാസ്കര കാരണവരുടെ മകൻ ബിനു പീറ്ററിൻ്റേത്. പക്ഷേ ഇതൊരു സാധാരണ വിവാഹാലോചന ആയിരുന്നില്ല. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിനെ നോക്കാൻ ഒരു പരിചാരകയെ കൂടി ആഗ്രഹിച്ചാണ് ഭാസ്കര കാരണവർ ഷെറിനെ തേടിയെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഷെറിൻ്റെ കുടുംബത്തിന് ഈ ആലോചന ഒരു സുവർണാവസരമായി തോന്നി, ഒരു ലോട്ടറി ടിക്കറ്റായി തോന്നി. 2001 മെയ് 21 ഷെറിൻ്റെ വിവാഹം നടന്നു. നിർധന കുടുംബത്തിലെ അംഗമായ ഷെറിനെ ഭാസ്കര കാരണവർ മരുമകളാക്കിയത് ബുദ്ധിമാന്ദ്യമുള്ള മകനെ ശുശ്രൂഷിക്കും എന്നോർത്താണ്. വിവാഹത്തിന് ശേഷം ഷെറിനും ബിനുവും ഭാസ്കര കാരണവരോടൊപ്പം അമേരിക്കയിലേക്ക് പ്ലെയിൻ കയറി. അവിടെ ഷെറിൻ ഒരു ചെറിയ ജോലി സ്വന്തമാക്കി. ഒരു കുഞ്ഞും ജനിച്ചു. പക്ഷേ 2006 ഷെറിൻ്റെ ജീവിതം തലകീഴായി. ജോലിസ്ഥലത്ത് മോഷണം ആരോപിക്കപ്പെട്ട അവർ പുറത്താക്കപ്പെട്ടു. ഈ സംഭവം ഭാസ്കര കാരണവരെ ചൊടിപ്പിച്ചു. ഷെറിനെയും ബിനുവിനെയും നാട്ടിലേക്ക് മടക്കി അയച്ചു. നാട്ടിലെത്തിയ ഷെറിൻ കാരണവേഴ്സ് വില്ലയിൽ ആഡംബരത്തിൻ്റെ തണലിൽ, എന്നാൽ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ജീവിച്ചു. ഭർത്താവ് ബിനു പൂർണ്ണ ആരോഗ്യവാനല്ല. കുഞ്ഞു ചെറുതാണ്. വീട്ടിൽ വേലക്കാരികൾ മാത്രം. 2006 ആ കാലം വാട്സപ്പിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റഗ്രാമിൻ്റെയോ യുഗമല്ല. പക്ഷേ ഓർക്കുഡ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഷെറിന് പുതിയ ലോകം തുറന്നു. ഓർക്കുട്ടിലൂടെ കിട്ടിയ സുഹൃത്തുക്കൾ ഷെറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ചിലർ രാത്രിയും പകലും കാരണവേഴ്സ് വില്ലയിലെത്തി. അമേരിക്കയിൽ നിന്ന് ഭാസ്കര കാരണവർ അയച്ചിരുന്ന പണം ഷെറിൻ്റെ ആർഭാട ജീവിതത്തിന് ഇന്ധനമായി. 2009 ഭാസ്കര കാരണവർ നാട്ടിലേക്ക് മടങ്ങിയെത്തി. മരുമകളുടെ വഴിവിട്ട ജീവിതം കണ്ട ഭാസ്കര കാരണവർക്ക് ദേഷ്യം തോന്നി. ഒരിക്കൽ ഒരു സുഹൃത്തിനൊപ്പം ഷെറിനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. ഡാഡിയുടെ കാര്യം നോക്കിയാൽ മതി, എനിക്കറിയാം എൻ്റെ ജീവിതം. ഷെറിൻ്റെ മറുപടി അലർച്ചയായിരുന്നു. ഈ സംഭവം ഭാസ്കര കാരണവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവർ ബിനുവിൻ്റെയും ഷെറിൻ്റെയും പേരിൽ എഴുതിയ വിൽപത്രം റദ്ദാക്കി. ഈ തീരുമാനം ഷെറിൻ്റെ ഉള്ളിൽ വൈരാഗ്യത്തിൻ്റെ തീ കോരിയിട്ടു. 65-കാരനായ ഭർത്തൃപിതാവിനെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് അവൾ നീങ്ങി. ഷെറിനും ബിനുവും തമ്മിലുള്ള പൊരുത്തക്കേടുകളും ഷെറിന് മറ്റു പുരുഷന്മാരോടുണ്ടായിരുന്ന സൗഹൃദങ്ങളും നാട്ടിൽ പരസ്യമായതോടെ ഭാസ്കര കാരണവർ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടാതെ ഷെറിനെ സ്വത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഷെറിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു.
ഇതോടെയാണ് കാർണവരെ കൊലപ്പെടുത്താൻ ഷെറിൻ തീരുമാനിച്ചത്. ഷെറിൻ്റെ അന്നത്തെ കാമുകൻ കുറിച്ചി സ്വദേശി ബാസിത് അലി ആയിരുന്നു. 2009 നവംബർ 7 രാത്രി ബാസിത് അലിയും സുഹൃത്തുക്കളായ നിതിനും ഷാനു റഷീദും കാർണവേഴ്സ് വില്ലയിലെത്തി. ഷെറിൻ തന്നെ വാതിൽ തുറന്നുകൊടുത്തു. മുകളിലെ നിലയിൽ ഉറങ്ങുകയായിരുന്ന ഭാസ്കര കാർണവരെ ഷെറിൻ ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കി. ബാസിത്തും കൂട്ടാളികളും ചേർന്ന് തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മോഷണം നടന്നതായി തോന്നിക്കാൻ മുറിയിലും കട്ടിലിലും മുളകുപൊടി വിതറി. ബാസിത്തും കൂട്ടനും മടങ്ങി. ഷെറിൻ ഒന്നും സംഭവിക്കാത്തതുപോലെ താഴത്തെ നിലയിലെ മുറിയിൽ പോയി സുഖമായി ഉറങ്ങി. രാവിലെ വേലക്കാരി ഭാസ്കര കാർണവരെ മരിച്ചതായി അറിയിച്ചപ്പോൾ ഷെറിൻ പൊട്ടിക്കരഞ്ഞ് പോലീസിനെ വിളിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഒരു നാടകം, തികഞ്ഞ അഭിനയം. മോഷണത്തിനിടെ കള്ളൻ കൊലപ്പെടുത്തിയതാണ് ഭാസ്കര കാർണവരെ എന്ന് ഷെറിൻ പോലീസിനോട് പറഞ്ഞു. 1-ാം നിലയിലെ ജനലിലൂടെ കള്ളൻ കയറിയതാകാമെന്നും ഔട്ട് ഹൗസിലെ ഏണി ഉപയോഗിച്ചതാണെന്നും അവൾ കഥ മെനഞ്ഞു. പക്ഷേ പോലീസിന്റെ കണ്ണുകൾ അത്ര എളുപ്പം വഞ്ചിക്കപ്പെട്ടില്ല. ഔട്ട് ഹൗസിലെ ഏണി പരിശോധിച്ചപ്പോൾ അത് പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു. അടുത്തിടെ ആരും ഉപയോഗിച്ച ലക്ഷണമില്ല. വീട്ടിലെ 2 വലിയ നായ്ക്കൾ ആ രാത്രി കുരച്ചില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. രാവിലെ താൻ എത്തിയപ്പോൾ നായ്ക്കൾ മയങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് വേലക്കാരി മൊഴി നൽകി. ആരോ നായ്ക്കളെ മയക്കിയതായിരിക്കണം. ഷെറിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു നമ്പറിലേക്ക് ഒരാഴ്ചക്കിടെ 55 തവണ വിളിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചു. ബാസിത് അലിയുടെ നമ്പർ. മുറിയിലെ വാതിൽപ്പടിയിൽ ഒരു പുരുഷന്റെ വിരലടയാളവും കണ്ടെത്തി. 3-ാം ദിവസം ഷെറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. 2 ദിവസത്തിനകം ബാസിത്തും കൂട്ടാളികളും ഗോവയിൽ നിന്ന് പിടിയിലായി. 2011 ജനുവരി 11 മാവേലിക്കര അതിവേഗ കോടതി ഷെറിന് ജീവപര്യന്തവും 85,000 രൂപ പിഴയും വിധിച്ചു. ബാസിത് അലിക്കും കൂട്ടാളികൾക്കും ഇരട്ട ജീവപര്യന്തം. 15 വർഷവും 8 മാസവും കഴിഞ്ഞ് ഷെറിൻ ഇപ്പോൾ മോചിതയായിരിക്കുന്നു. പക്ഷേ ബാസിത്തും കൂട്ടാളികളും ഇപ്പോഴും ജയിലിൽ. ഇരട്ട ജീവപര്യന്തം കാരണം അവർക്കിനിയും 13 വർഷമെങ്കിലും ജയിലിൽ കഴിയണം. ഇന്ന് കാർണവേഴ്സ് വില്ല ശൂന്യമാണ്. ആർഭാടവും രഹസ്യങ്ങളും നിറഞ്ഞ ആ വീട് കൊലപാതകത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടു. ഷെറിൻ്റെ മകനും ഭർത്താവും ബന്ധുക്കളോടൊപ്പം അമേരിക്കയിലേക്ക് പോയി. കൊലപാതക സമയത്ത് 4 വയസ്സുണ്ടായിരുന്ന കുഞ്ഞിന് ഇപ്പോൾ 20-നോടടുത്ത പ്രായം. ഷെറിൻ്റെ ആർഭാട ജീവിതം, വഴിവിട്ട പ്രണയം, ക്രൂരത, ഒരു നാടിൻ, ചെറിയ നാടിൻ്റെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായം. കാർണവരുടെ വീടായ ചെറിയ നാട് തുരുത്തിമേലിലെ കാർണവേഴ്സ് വില്ല വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വീട്ടുവളപ്പിൽ കാർണവരുടെ കല്ലറയുണ്ട്.